എല്ലാവർക്കും നമസ്കാരം. മകീരം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നാണ് നമ്മൾ ഈ വീഡിയോ പരിശോധിക്കാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും ആസ്ട്രോ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. മകീരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഒന്നാമത്തെ ദിശയായിട്ടുള്ള ചൊവ്വാദിശയിൽ കഫം ഹേതുവായിട്ടുള്ള അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതകൾ കാണുന്നുണ്ട്. തക്കതായിട്ടുള്ള ചികിത്സാ കാര്യങ്ങളും ദോഷപരിഹാരങ്ങളും ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. മൂന്നാമത്തെ വയസ്സിൽ ജലത്തിൽ നിന്നും ഭയങ്ങൾ നേരിടാനുള്ള സാധ്യതകൾ ഏറെ ഉള്ളതുകൊണ്ട് വളരെയധികം ശ്രദ്ധയും കരുതലും ഈ സമയങ്ങളിൽ വേണമെന്ന് സൂചിപ്പിക്കുന്നു. എട്ടാമത്തെ വയസ്സിൽ ചിലന്തി വിഷങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതകൾ കാണുന്നു. അതേപോലെ വളർത്തുമൃഗങ്ങളെ കൊണ്ടോ നാൽക്കാലികളാലോ ചില ആപത്തുകൾ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതാണ്. 12ാമത്തെ വയസ്സിൽ കഫം കൂടുക നിമിത്തം തണുപ്പ് പറ്റായിക നിമിത്തവും ശ്വാസ തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യതകൾ വരെ കാണുന്നുണ്ട്. 16ാമത്തെ വയസ്സിൽ ഉദര സംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യതയുള്ളതുകൊണ്ട് തക്കതായിട്ടുള്ള ചികിത്സകളും വ്യായാമങ്ങളും ഭക്ഷണക്രമങ്ങളും ധാരാളം ജലാംശം അടങ്ങിയുള്ള ഭക്ഷണങ്ങളും കഴിക്കേണ്ടത് ആവശ്യമായിട്ടുള്ള സമയമാണ്. 21ാമത്തെ വയസ്സിലും വയറ്റുവേദന മൂലം ദോഷങ്ങൾ സംഭവിക്കാൻ സാധ്യതകൾ കാണുന്നു. ഈ സമയങ്ങളിൽ ദോഷപരിഹാരങ്ങൾ ചെയ്യേണ്ടതും ജാതക പരിശോധന നടത്തേണ്ടതും പൂർവ്വ കർമ്മദോഷ പ്രായശ്ചിത്തങ്ങൾ ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു സമയമായി കാണുന്നു. തക്കതായിട്ടുള്ള ഭക്ഷണക്രമങ്ങളും ആരോഗ്യപരിപാലനവും ചികിത്സാ കാര്യങ്ങളും ഫലപ്രദമാക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു സമയമായി സൂചിപ്പിക്കുന്നു. 24ാമത്തെ വയസ്സിൽ സാഹസ പ്രവൃത്തികളിൽ നിന്നും മാറി നിൽക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു സമയമാണ്. വീഴ്ചകളും അപകടങ്ങളും സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലായതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഒഴിഞ്ഞു നിൽക്കുന്നത് ശ്രദ്ധയും കരുതലോടുകൂടി മുന്നോട്ട് പോകുന്നതും നമുക്ക് ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. 33ാമത്തെ വയസ്സിലാവട്ടെ ഭക്ഷണക്രമങ്ങളുടെ വ്യതിയാനം മൂലവും ഉദര സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ നേരിടാം. മാത്രമല്ല എന്തെങ്കിലും വിഷാംശങ്ങൾ ഇറന്ന ഭക്ഷണങ്ങൾ അകത്തി ചെല്ലുന്നതും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫുഡ് പോയ്സൺ മുതലായിട്ട് കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ ഏറെയുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധയും കരുതലും വേണ്ട ഒരു സമയമായി സൂചിപ്പിക്കുന്നു. 37ാമത്തെ വയസ്സിൽ ദാമ്പത്യ ജീവിതത്തിൽ ചില മനപ്രയാസങ്ങൾ ക്ലേശങ്ങളും നേരിടാൻ സാധ്യതയുള്ളതുകൊണ്ട് ആ സമയങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും കരുതലും ആവശ്യമാണ്. അവരവരുടെ ജാതക പരിശോധനാ കാര്യങ്ങൾ നടത്തി സമയസന്ദർഭങ്ങൾക്കനുസരിച്ച് ദോഷപരിഹാരങ്ങൾ ചെയ്ത് പോവുകയും ഈശ്വരാധീനം ഉണ്ടാക്കുകയും ദാമ്പത്യ ഐക്യത്തിനായിക്കൊണ്ട് ശ്രമങ്ങൾ നടത്തുകയും വേണം എന്ന് സൂചിപ്പിക്കുന്നു. 43ാമത്തെ വയസ്സിൽ യാത്രാവേളയിൽ ചില അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് വാഹനയാത്രയും മറ്റും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമായി സൂചിപ്പിക്കുന്നു. ഈ സമയങ്ങളിൽ ദോഷപരിഹാരങ്ങളും ദൈവികമായിട്ടുള്ള വഴിപാടുകളും ഈശ്വരാധീനം ഉണ്ടാക്കേണ്ടത് ആവശ്യമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. 50ാമത്തെ വയസ്സിൽ ശിരോവ്യാധികളും കണ്ണിന് ദീനവും ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് ആവശ്യമായിട്ടുള്ള വിശ്രമങ്ങളും ആരോഗ്യപരിപാലനവും ചികിത്സാ കാര്യങ്ങളും ഫലപ്രദമാക്കേണ്ട ഒരു സമയമായി കാണുന്നു. 55ാമത്തെ വയസ്സിൽ ഗവൺമെൻറ് പരമായ ചില നിയമ നടപടികൾക്ക് സാധ്യത ഉള്ളതുകൊണ്ട് ശ്രദ്ധയും കരുതലും വേണം എന്ന് സൂചിപ്പിക്കുന്നു. എല്ലാം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം തന്നെ ചെയ്തു പോകുന്നത് നന്നായിരിക്കും. 60ാമത്തെ വയസ്സിലും അഗ്നിഭയം നേരിടാനുള്ള സാധ്യതകളും ഉദര സംബന്ധിക്കുന്ന ചില പ്രശ്നങ്ങളും നേരിടാനുള്ള സാധ്യതകൾ ഏറെ ഉള്ളതുകൊണ്ട് തക്കതായിട്ട് ശ്രദ്ധയും കരുതലും വേണം എന്ന് സൂചിപ്പിക്കുന്നു. 72ാമത്തെ വയസ്സിൽ വാദ സംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യതകൾ ഏറെ ഉള്ളതുകൊണ്ട്
ശാരീരികമായിട്ട് ക്ഷീണങ്ങളും തളർച്ചയും വയ്യായി വളരെയധികം ശ്രദ്ധിക്കണം. തക്കതായിട്ട് ചികിത്സാ കാര്യങ്ങൾ ഫലപ്രദമാക്കുകയും പോഷകാഹാരങ്ങൾ ധാരാളം കഴിക്കേണ്ട സമയമായി സൂചിപ്പിക്കുന്നു. ഈ സന്ധികളെല്ലാം മറികടക്കുന്ന പക്ഷം 85-ാമത്തെ വയസ്സിൽ അപരപക്ഷത്തിലെ ഞായറാഴ്ചയും ഏകാദശിയും ചിത്ര നക്ഷത്രവും കൂടിയ ദിവസം ആപത്തുകൾ സംഭവിക്കാവുന്ന ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കാണും. ഇത്തരം അറിവുകളെല്ലാം എല്ലാ മകീരം നക്ഷത്രക്കാർക്കും ഉപകാരപ്രദമാണെന്ന് വിചാരിക്കട്ടെ. പല ശാസ്ത്രശാഖകളൊന്നും ക്രോഡീകരിച്ച ഈ അറിവുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പക്ഷം ലൈക്ക് ചെയ്യാനും ബന്ധുമിത്രാദികൾക്ക് ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈശ്വരാനുഗ്രഹങ്ങളും ദീർഘായുസ്സും ഉണ്ടാവാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും നമസ്കാരം.